ഹല്ലേലൂയ. വണ്ടർഫുൾ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും നമ്മോട് ഒരുമിച്ച് ഇന്നിവിടെ ഇല്ല, പല സ്ഥലങ്ങളിലായിരിക്കുന്നു, യാത്രയിലായിരിക്കുന്നു. എങ്കിലും ഇത്രത്തോളം ആളുകളെ ഒരുമിച്ച് കൂട്ടി വരുത്തിയല്ലോ, നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മഹത്വം കരേറ്റുവാൻ ഇടയാക്കിയല്ലോ. We bring greetings to you, all of you, and many of our brothers and sisters are traveling, but thank God for bringing such a small group at least to be here this morning. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. I bring greetings to all of you once again. വളരെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let us be in the presence of the Lord with much prayer. മനോഹരമായ ഗാനങ്ങൾക്കും ആരാധനാ സമയങ്ങൾക്കുമായിട്ട് ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. I thank God for the time that we had worship together and the beautiful songs. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. വിശേഷാൽ കർത്താവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ വരവിനോട് അനുബന്ധിച്ചുള്ള ടോപ്പിക്കുകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അത് നമ്മൾ ആരംഭിക്കാനിടയായി. And we have been discussing the second coming of Christ, and that's the topic, and we started that last week. ഇന്ന് അത് അല്പം കൂടെ മുന്നോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. I want to continue and move forward with that same topic today. അനുയോജ്യമായ ഗാനങ്ങൾ ഒക്കെ ഇന്ന് പാടി നമ്മൾ കർത്താവിനെ സ്തുതിക്കുവാനിടയായി. And we also sang songs talk about the same subject. കർത്താവിന്റെ വരവ് അടുത്തതുകൊണ്ട് നമ്മുടെ വിശുദ്ധിയെ തികച്ച് അവന്റെ വരവിനായിട്ട് ഒരുങ്ങി നിൽക്കുവാനാകുവാനും ചെയ്യുന്ന പാട്ടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I also thank God for these songs that we sing to prepare ourselves and live a holy life for the coming of Christ. നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. Whether we recognize it or not, the second coming of Christ is very near. അതിന് നമ്മൾ വിശ്വസിക്കുവാൻ പര്യാപ്തമാകത്തക്കവണ്ണം ലോക സംഭവങ്ങൾ ഇങ്ങനെ നിറവേറിക്കൊണ്ടിരിക്കുക. The world events are happening all around us to make us believe that the Lord's coming is very near. യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ നാളും നാഴികയും നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God is very clear that we do not know the time or the day of the coming of Christ. ശ്രദ്ധിച്ച് കേൾക്കണം, നാളും നാഴികയും നമുക്ക് അറിഞ്ഞുകൂടാ. We do not know the day or the time. എന്നാൽ അതിന്റെ സീസൺസ് നമുക്ക് അറിയാം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God tells us we know the season. പല സംഭവങ്ങളും കാണുമ്പോൾ അവന്റെ വരവിന്റെ ഒരു സീസണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. As we see things around us happening, we acknowledge that we are coming to such a season. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, നമ്മളെ തന്നെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി ജീവിപ്പാനിടയാകണം. Because of that, we must be very careful and heed attention to the coming of the Lord. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ചത്. So we started reading Titus chapter 2 verse 12 and 13. അവിടെ നമ്മൾ വായിക്കുന്നത് ഭാഗ്യകരമായ ഒരു പ്രത്യാശ നമുക്കായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. There we see that we have a blessed hope. എന്താണ് ഭാഗ്യകരമായ പ്രത്യാശ? So what is that blessed hope? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. And that is the coming of our Lord Jesus Christ. He is our God. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാ. And we are waiting patiently for that. ഇന്നങ്ങനെ കാത്തിരിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? You are waiting for the coming of the Lord. I want you to raise your hands and praise God. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. That God, who a great God, and He is the Lord, our Jesus Christ is coming soon. അതിന്റെ നാളും നാഴികയെ നമുക്ക് അറിഞ്ഞുകൂടാ. We do not know the time or the day. എന്നാൽ അതിന്റെ സീസൺസ്, അതിന്റെ കാലത്തിന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം. But we don't know that the time of the day, but we know the season or the signs of His coming. ചില ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. So I want to point out some of the examples. സവിസ്തരമായ ഒരു പഠനത്തിന് സമയമില്ല. We do not have time for a detailed study. എങ്കിലും ദൈവവചനത്തിലെ ചില പ്രവചനങ്ങളും അവയുടെ നിറവേറലും നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. So let us look at some of the prophecies and the fulfillment of those prophecies from the word of God. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് ഒരു പ്രധാന ലക്ഷണമായി ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്
യഹൂദന്മാരുടെ കൂട്ടിച്ചേർക്കല. And so one of the significant signs that we see from the word of God is the Jews coming together, or the gathering of the Jewish nation. അത് യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞത് മാത്രമല്ല, Not only that is spoken in the New Testament, പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തതും അതിന്റെ ഭാഗമാണ്. even in the Old Testament the prophets prophesied that throughout the scriptures. മത്തായി സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു അത് പറയുന്നത്, മത്തായി അത് എടുത്തു പറയുന്നുണ്ട്. In Matthew's gospel that Jesus himself was talking about that. എന്നാൽ പഴയ നിയമത്തിൽ പോകുമ്പോൾ യിരെമ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 30-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. In the Old Testament, Jeremiah chapter 30 verse 3, Jeremiah talking about that. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സമൂഹത്തിൽ നടക്കുന്നത്, ലോകത്തിൽ നടക്കുന്നത് നമ്മെ അത്ഭുത പരതന്ത്രരാക്കുന്ന കാര്യങ്ങളാണ്. These are the things that amazes us, that what happens in the world. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ ഈ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് റാൻഡമായിട്ട്, ആകസ്മികമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ലോകമല്ല. So the world that the God created is not something that happens accidentally by chance. ഇവിടെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. Everything is pre-planned. ഓരോ സംഭവവും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. Every event that is happening in the world is ഓരോ pre-planned. യുദ്ധങ്ങളും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. Every war that happens around us is ഓരോ planned. ഫാമിലി ലോകത്തിൽ നടക്കുന്നത് ദൈവം അറിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. Every famine that's happening in this world, God already knows. ജാതി ജാതിയോട് എതിർക്കുന്നത് ദൈവം കണ്ടിട്ടുണ്ട്. And the tribe is fighting against, or nations are fighting against each other, God knows. അപ്പൊ എല്ലാറ്റിനെ കുറിച്ചും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. For everything God has a plan and order. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വളരെ നഷ്ടമാതെ. So if it is a great loss if we don't recognize that. പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രവാചകന്മാരുടെ ദൃഷ്ടിയിൽ ഇസ്രായേലിന്റെ കൂട്ടിച്ചേർപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 1-2 ഭാഗങ്ങൾ നമുക്കൊന്ന് Let us നോക്കാം. look at the Old Testament. There's talking about the prophetic language here. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. In Jeremiah chapter 30 verse 3 we read, ഇസ്രായേൽ ജനത്തെയും യഹൂദ ജനത്തെയും ഞാൻ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. The days are coming, declares the Lord, when I will bring my people Israel and Judah back from captivity. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് തന്നെ അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. And restore them to the land I gave their ancestors to possess, says the Lord. These are the words Lord spoke concerning Israel and Judah. കർത്താവിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, Before the time of Christ, many centuries ago. നമ്മുടെ സമയം എടുക്കുകയാണെങ്കിൽ 2600ഓളം വർഷങ്ങൾക്ക് മുമ്പ്. If you consider our own time, about 2600 years ago. പ്രവാചക ദൃഷ്ടിയിലൂടെ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേലിനെ മടക്കി വരുത്തുന്ന കാലം വരാൻ പോവുകയാണ്. And so with the eyes of the prophecy, Jeremiah, he's saying that I'm going to bring Israel back. ഇസ്രായേൽ ചിതറിപ്പോകുക പോലും ചെയ്തിട്ടില്ല. And this time Israel was not scattered. അവർ ചിതറിപ്പോകുന്നതിന് മുമ്പേ അവർ ചിതറിപ്പോകും, പക്ഷേ അതിനുശേഷം ഞാൻ അവരെ മടക്കി വരുത്തും. Before they were scattered all over the place, but the word of God says they will be scattered and I will bring them back. 2600ഓളം വർഷങ്ങൾക്ക് മുമ്പാ പറഞ്ഞത്. This is talking about 2600 years ago. എസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട് തന്റെ പ്രവചനത്തിൽ. In Ezekiel talks about the same. 37-ാം അധ്യായം 21-22 വാക്യങ്ങൾ. And chapter 37 verse 20 on. ഇത് ദൈവത്തിന്റെ വചനമാ, ശ്രദ്ധിച്ചു കേൾക്കണേ. This is the word of God. I want you to pay attention. 21-22 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. This is how we read. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. Hold before their eyes the stick you have written on, and say to them, this is what the sovereign Lord says, I will take the Israel out of the nations where they have gone. I will gather them from all around and bring them back into their own land. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. I will make them one nation in the land on the mountains. ഒരേ രാജാവ് അവർക്ക് എല്ലാവർക്കും രാജാവായിരിക്കും. There will be one king over all of them. അവർ ഇനി 2 ജാതി ആയിരിക്കുകയില്ല. And they will never again be 2 nations. 2 രാജ്യമായി പിരിയുകയുമില്ല. Will be divided into 2 kingdoms. ഇസ്രായേൽ എപ്പോഴാ രണ്ടായിട്ട് പിരിഞ്ഞത്? When is the time Israel was divided into 2? ശലോമോന്റെ കാലത്തിന് ശേഷം. After
after the time of King Solomon. സലോമന്റെ മകനായ രെഹബയാമിന്റെ സമയത്ത് During the time of Rehoboam, who was the son of Solomon, ഇസ്രയേൽ രണ്ടായി പിരിഞ്ഞു. Israel was split into two. 10 ഗോത്രങ്ങൾ ചേർന്ന നോർത്തേൺ കിങ്ഡം ഉണ്ടായി, വടക്കുള്ള ദേശം. The 10 tribes were created and they were the northern kingdom. അത് ഇസ്രയേൽ എന്നറിയപ്പെട്ടു. അതിനുശേഷം That was known as Israel from then on. 2 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സതേൺ കിങ്ഡം യഹൂദ എന്നറിയപ്പെട്ടു. And the 2 southern kingdoms were known as Judah. പിന്നെ ഉണ്ടായിരുന്ന അറ്റാക്കുകളും എക്സിസ്റ്റൻസും എല്ലാം ഈ 2 രാജ്യങ്ങളായിട്ടാണ്. And oftentimes these 2 nations when attacks were happening against them. വടക്കുള്ള 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന നോർത്തേൺ കിങ്ഡം, The northern kingdom had 10 tribes. 2 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന സതേൺ കിങ്ഡം, The southern kingdom had 2 tribes. ഇവരിങ്ങനെ ദീർഘവർഷങ്ങൾ നിലനിന്നു. For many years they were separated and divided. അത് കഴിഞ്ഞ് രണ്ട് രാജ്യങ്ങളിലുള്ളവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി And വന്നു. so they both nations were taken into exile. അവരെ കുറിച്ചാണ് പ്രവാചകൻ പ്രവചന ദൃഷ്ടിയിൽ പറയുന്നത്. And according to them the prophet is saying, Ezekiel is saying here. 2500 വർഷം മുമ്പ് നടന്ന പ്രവചനം. This is talking about 2500 years ago. അവരെ കുറിച്ച് പറയാം, അവർ ഹോം ലാൻഡിലേക്ക് സ്വദേശത്തേക്ക് മടങ്ങി വരും. According to them it is spoken that both of them will come back to the കർത്താവ് പറയാ, homeland. അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളിൽ നിന്ന് ഞാൻ അവരെ പെറുക്കിയെടുക്കും. And it is talking about that the nations that have been taken to exiles, I will bring them back. അവരെ ഞാൻ 4 പുറത്തു നിന്നും കൂട്ടി സ്വരൂപിച്ച് സ്വദേശത്തേക്ക് I കൊണ്ടുവരും. will bring them back from all these places and bring them to their own place. അതിന് തെളിയിച്ച് കാണിക്കാൻ എസ്കേലിനോട് പറഞ്ഞു, മനുഷ്യപുത്ര നീ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് പോകാൻ പറഞ്ഞു. To prove that, Ezekiel was told to prophesy to these bones in the valley. അതല്ലേ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. We see that in chapter 37. അസ്ഥികൾ നിറഞ്ഞ് ചിതറിയിരിക്കുന്ന ഒരു താഴ്വര. We see a valley covered with bones. ഈ അസ്ഥികൾ ജീവിക്കുമോ മനുഷ്യപുത്ര എന്ന് ദൈവം ചോദിക്കാം ഈ God പ്രവാചകനോട്. is asking Ezekiel, will these bones will live? അപ്പം പ്രവാചകൻ പറയാ, കർത്താവെ കണ്ടിട്ട് തോന്നുന്നില്ല. A prophet saying, no, looking at this pathetic condition, I do not think so. അങ്ങനെ പറഞ്ഞില്ല എങ്കിലും പ്രവാചകന്റെ മനസ്സിൽ അതായിരുന്നിരിക്കാം. അദ്ദേഹം പറയാ, യഹോവയായ കർത്താവേ നീ അറിയുന്നു. Even though he may not have verbalized in his mind, he thought about it. He says, Lord, you know. സംഭവിക്കാനുള്ളത് 2500 പരം വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനുള്ളത് പ്രവചന ദൃഷ്ടിയാൽ കണ്ടുകൊണ്ട് ഈ കാറ്റിന്മേൽ ഊതാൻ പറഞ്ഞു. ഈ അസ്ഥികളിന്മേൽ ഊതാൻ പറഞ്ഞു. He told Ezekiel to see what is going to happen to Israel 25 years from now and prophesy to these bones with that in mind. ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞു. He said, prophesy to these bones. പ്രവാചകൻ പ്രവചിച്ചു. And Ezekiel prophesied. അസ്ഥികൾ ഒന്നായി ചേർന്നു. And the bones came together. മാംസവും ത്വക്കും പിടിച്ചു. And the bones had flesh and skin. നാഡീ ഞരമ്പുകൾ ഉണ്ടായി. And the veins started flowing. അവയിൽ ജീവൻ വ്യാപിച്ചു. And the life came back to these bones. ജീവിച്ചെഴുന്നേറ്റൊരു സൈന്യമായി നിവർന്നു നിന്നു. And these bones stood up and alive and as a great army. ഈ അസ്ഥി താഴ്വരയുടെ നിലവിലെ സാഹചര്യം കണ്ടാൽ ആർക്കും തോന്നത്തില്ല. If you see the pathetic condition of the bones, nobody would assume that this will stand up. 1-2 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ല. This is now 1 or 2 years I'm talking about. 2500 വർഷങ്ങൾക്ക് മുമ്പ്. We're talking about this happened 2500 years ago. പ്രവാസത്തിലേക്ക് പോകാൻ പോകുന്ന ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച്. And this is talking about before they went into Israel and Judea. He was talking about them. പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്യുകയാ. And through the prophet Ezekiel, God is speaking. ഇവർ ഒരുമിച്ച് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയം വരാൻ There will പോകുന്നു. be a time when these bones will stand together and worship God. ഈ അധ്യായം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. And as I was reading this passage, I was rejoicing. ദൈവം ഉപയോഗിക്കുന്ന ചിത്രങ്ങളും ഉപമാനങ്ങളും വളരെ മനോഹരമാണ്. The illustrations and the pictures God used to share these examples. 2 കോലുകളുടെ ഉദാഹരണം. And he's talking about 2 staff or 2 stick. എഫ്രൈമും യോസെഫിനോട് ചേർന്നിരിക്കുന്ന ഭാഗവും. And there is a portion of Ephraim and Joseph associated. ഇസ്രയേൽ യഹൂദയോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗം. And there is Israel that is associated with Judah. ദൈവം പറയുകയാണ്, ഉപമാന രീതി ദൈവം പറയും, ഈ 2 കോലും കൂടി എടുത്ത് ഒന്നാക്കാൻ പറഞ്ഞു. And as an illustration, God said, take both of these staff and make it one. ഈ 2 കോലുകൾ ഇനിയും 2 ആയിരിക്കുകയില്ല. This staff will not be 2. ഇവ ഒന്നായി തീരും. And they will become one.
അപ്പൊ ആ ദിവസത്തെ കുറിച്ചാ പിന്നീട് പ്രവാചകൻ And പറയുന്നത്. Ezekiel is talking about those days afterwards. വ്യക്തമായിട്ട് കർത്താവ് പറയുക, And very clearly the Lord is speaking. അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ കൂട്ടത്തിൽ ഞാൻ അവരെ കൂട്ടിച്ചേർക്കും. I will bring them back from the nations that are taken away. അവരെ ഞാൻ സ്വദേശത്തേക്ക് കൊണ്ടുവരും. I will bring them back to their own land. ഇനി അവർ രണ്ട് ജാതിയായിരിക്കയില്ല, They will never be two nations. രണ്ട് രാജ്യമായി പിരികയുമില്ല. And they will not be separated as two. ഹല്ലേലൂയ. Amen. യേശു കർത്താവിന്റെ കാലമായപ്പോഴേക്ക് 5-6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അവർ പിരിഞ്ഞു പോയിട്ട്. And it been by the time of Jesus, it's been about 5 or 6 centuries. അപ്പോഴവർ ഒരുമിച്ച് കൂടിയിട്ടില്ല. അപ്പോഴും And then they were not together at that time. കുറച്ചുപേർ വന്നു, ഇനിയും ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ പലരുണ്ട്. Some of the Jews came back to Israel, but they were scattered all over the world. അപ്പോഴും നടന്നിട്ടില്ലാത്ത കാര്യത്തെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറയുകയാണ്. And even then, without thinking about that, what hasn't happened, Jesus is saying. അതാ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-33 വാക്യങ്ങളിൽ വായിക്കാം. That we see in Matthew chapter 24 verse 32. കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. And now learn this lesson from the fig tree. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. As soon as its twigs get tender and leaves come out, you know that summer is near. 33-ാം വാക്യം. Verse 33. അങ്ങനെ തന്നെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, Even so, when you see all these things, അവൻ വാതിലരികെ അടുത്ത് തന്നെ എന്ന് അറിഞ്ഞുകൊള്ളു. you know that it is near, right at the door. സംഭവിച്ചിട്ടില്ല. This has not happened as Jesus is speaking. ഒരു റോമാ സൈന്യം വന്ന് യെരുശലേമിനെ വളഞ്ഞ് അതിനെ ആക്രമിച്ചു കീഴടക്കി അവർ ലോകത്തിന്റെ നാനാഭാഗത്തിലേക്കും പിരിഞ്ഞു പോയിട്ടുമില്ല. And this time the Roman army has not come against Jerusalem, and they are not scattered all over the world. എന്നാൽ അവരുടെ റീഗ്യാദറിംഗ് എപ്പോൾ നടക്കുന്നു? Whenever the regathering happens, ആ സമയത്ത് നോക്കിക്കൊണ്ട് പ്രവചന ദൃഷ്ടിയാ പറയുന്നതാ. and looking at that time, Jesus is speaking in a prophetic way. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. Look at the fig tree and learn a lesson. അതിന്റെ കൊമ്പിളതാകുമ്പോൾ, അത് ഇല തളിർക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്കറിയാം. As soon as the twigs get tender and the leaves come out, you know one thing. വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. Know that the summer is very near. അത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറഞ്ഞത്. After that, Jesus is giving this very profound statement. അങ്ങനെ തന്നെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ വാതിലരികെ അടുത്ത് തന്നെ എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. Even so, when you see all these things, you know that it is near, right at the door. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ സീസണിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവിൽ ഒന്ന്, അനേക തെളിവുകളുണ്ട്, ലക്ഷണങ്ങളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്ന് യഹൂദന്മാരുടെ കൂട്ടിച്ചേർപ്പാണ്. And there are many signs, but one of the greatest signs that we are living in the time or the season is the rejoining of the Jews. യഹൂദന്മാരെന്ന് പറയുന്നത് ലോക ചരിത്രത്തിന്റെ വിധിയെ തന്നെ എല്ലായ്പ്പോഴും നിർണയിക്കുന്ന ഒരു എപ്പിക് സെന്ററിൽ ഉണ്ടായിരുന്നതാണ്. And Jews themselves, Israel themselves, were the epic center of the controlling of the whole world. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. To Abraham, God made a promise. അവനൊരു ദേശം നൽകും, അവന്റെ സന്തതിക്ക് ഒരു ദേശം കൊടുക്കുമെന്ന്. That his descendants will be a great nation. ആ ദേശം ഇസ്രയേൽ ആയിത്തീർന്നു. ആ ഇസ്രയേൽ ആ ദേശമാണ്. And that nation is Israel. ഇത്രയും കൊച്ചൊരു രാഷ്ട്രം, such a small nation. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന പോലെ എല്ലാവരുടെയും മേലൊരു ഭാരമുള്ള കല്ല് പോലെ അന്നും ഇന്നും ആയിരിക്കുന്ന ഒരു രാജ്യം. And that is a nation, even though it is small, it is a big burden like a heavy stone put on others. എന്താ കാര്യം? What is the reason? ഇത്രയും യുദ്ധങ്ങൾ ആ ദേശത്തിന്റെ പേരിൽ നടക്കാൻ, so many wars they have fought in the name. ഇത്രയും കോൺഫ്ലിക്റ്റുകൾ ലോകം മുഴുവൻ പൊട്ടിപ്പുറപ്പെടുവാൻ ഇപ്പോൾ നടക്കുന്നത് ഉൾപ്പെടെ, even the conflict we see in front of our eyes, all these happen all over the world. എന്താ കാര്യം? What is the reason? കാരണം ഇത് ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയാണ്, ഒരു ജനമാണ്. This is a chosen generation. ദൈവത്തിന്റെ പദ്ധതി അവരെ കുറിച്ചുണ്ട്. God has a plan and purpose for അത് പൂർത്തീകരിക്കാതിരിക്കുവാൻ
and not to fulfill that. അതിന്റെ പിറകിൽ യുദ്ധം ചെയ്യുന്ന ഒരു പോരാട്ട But ശക്തിയുണ്ട്. there is a fight and the darkness against that not to fulfill that. There has been a battle behind the scene. അതിന് പുറകിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണമാണ് ഈ കോൺഫ്ലിക്റ്റുകൾ എല്ലാം നടക്കുന്നത്. That is the reason why all this conflict is happening. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാതെ ഇരിക്കുവാൻ, Because not to fulfill the promises of God. പിശാചിന്റെ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്, എപ്പോഴുള്ള യത്നം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? The constant effort of Satan is for what? ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കരുത്. To thwart the plan of God. ദൈവം തിരഞ്ഞെടുത്ത ജാതിയെ ഇല്ലാതെയാക്കി കളയണം. To destroy the God's people. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ശക്തനാണ്. But God is faithful and strong and powerful to fulfill അവന്റെ His promise. ആലോചനയെ മറിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can thwart the plans of God. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ജനം നിലനിന്നത്. And that is the only reason Israel is surviving. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അതിനുശേഷം അവർ ചിതറിപ്പോയി. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം, ഞാൻ അതിലേക്ക് We പോകുന്നില്ല. know the history. They have been scattered all over the world. I don't want to. AD 70 തീത്തോസിന്റെ നേതൃത്വത്തില് വലിയൊരു ആർമി വന്ന് യെരുശലേമിനെ ആക്രമിച്ചു. AD 70 that there was a great army came fighting against Israel. ആലയം നശിപ്പിച്ചു. And the temple was destroyed. യഹൂദന്മാരെ കൊന്നൊടുക്കി, ഇസ്രായേലിയരെ കൊന്നൊടുക്കി. And the Jews were destroyed and many were killed. അവിടെ യെരുശലേമിന്റെ തെരുവീഥികളിൽ രക്തം കുതിരക്കടിവാളങ്ങളോളം പൊങ്ങിയെന്നാ പറയുന്നത്. It says that the blood was flowing in the streets of Jerusalem according to the hoof of a horse. അതൊരു രാജ്യമായിരിക്കാതെ വണ്ണം ആളുകളെല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി. People were scattered all over the world and they were not a nation. എത്ര രാജ്യങ്ങളിലേക്കാ ചിതറിപ്പോയെന്ന് അറിയാമോ? You know how many nations they were scattered? 70 രാജ്യങ്ങളിലേക്ക് അവർ Over ചിതറിപ്പോയി. 70 countries they were scattered. ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. Far countries in the world. ഇസ്രയേലിൽ നിന്ന് ദൂരത്തുള്ള ഇന്ത്യയിലേക്കും റഷ്യയിലേക്കും മറ്റനേക രാജ്യങ്ങളിലേക്ക് In ചിതറിപ്പോയി. the countries like India and Russia, the Jews were scattered. എന്നാൽ 20 നൂറ്റാണ്ടുകൾ കഴിയുമ്പം പിന്നെ അവര് മടങ്ങി വരിക. But after 20 centuries they are coming back again. ഒരു ജാതി ഇല്ലാതായി തീരുവാൻ ഏതെങ്കിലും കാരണം ഉണ്ടായിരുന്നെങ്കിൽ അത് യഹൂദ ജാതിക്കായിരുന്നു. If there was any group of people who were going to be disintegrated, that would have been Israel. എന്നാൽ ദൈവത്തിന്റെ അത്ഭുത കരം അവരുടെ മേൽ ഉണ്ടായിരുന്നത് But God's divine hand was upon Israel. ഈജിപ്റ്റ് അവർക്ക് എതിരായിട്ട് പടപൊരുതി. Egypt fought against Israel. അശൂറും ബാബിലോണും പേർഷ്യയും ഗ്രീസും റോമും എല്ലാം അവർക്കെതിരെ യുദ്ധങ്ങൾ നടത്തി. Persia, Greece and other countries, they all fought against them. അവരുടെ സ്വദേശത്ത് നിന്ന് അവരെ പറിച്ച് ദൂരത്ത് കളഞ്ഞു. They were plucked out of their land and thrown away. അവർ വളരെ വലിയ പീഡകളിൽ കൂടെ കടന്നുപോയി. They have gone through great persecution. അവർ കൊല ചെയ്യപ്പെട്ടു, കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. They were murdered in groups. സമൂഹത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്തതുപോലെ ലക്ഷോപലക്ഷം ആളുകളെ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്തു. Millions of people were executed in gas chambers and things like that, just like the world has never seen. ഹിറ്റ്ലറിന്റെ കാലത്ത് 60 ലക്ഷം എന്ന് പറഞ്ഞാൽ 6 million of Jews were killed. During the time of Hitler, 6 million Jews were killed. അവരെ കൂടുതൽ ആളുകളെ ഒരുമിച്ച് കൊല്ലാനായിട്ട് എക്സിക്യൂഷന്റെ ഉപയോഗിച്ച ഒരു മാർഗം ഗ്യാസ് ചേംബേഴ്സിലേക്ക് 100 കണക്കിന് ആളുകളെ കടത്തിവിട്ട് അതിനകത്ത് വെച്ച് അവരെ കൊല്ലുകയായിരുന്നു. To kill them in masses, they were put in gas chambers and the gas were turned on. ലോകത്തിന്റെ മുഴുവൻ ഫ്യൂറി അവരുടെ മേലായതുപോലെ അവർ കൊല ചെയ്യപ്പെട്ടു. The wrath of the whole world, the fury of the whole world was upon them. That's how they were killed. രാഷ്ട്രീയമായിട്ട്, സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ടെല്ലാം അവരെ തകർക്കുവാനുള്ള എല്ലാ പരിശ്രമവും ലോകത്തിലെമ്പാടും. Politically, economically, as a nation, everything was done to destroy them. അവരെ അടിമകളാക്കി അവരുടെ അവകാശങ്ങൾ പറിച്ചെടുത്തു കളഞ്ഞു. They were taken as slaves. All their rights were taken away from them. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടവരെ പോലെ ലോകരാജ്യങ്ങളിൽ അവർ ചിതറിപ്പോയി. They lost their identity and they were scattered all over the world. വർഷങ്ങൾ കഴിഞ്ഞു. Many years have gone by. 2000 പരം വർഷത്തോളമായി. After 2000 years almost. ഇതാ ഒരു രാഷ്ട്രം. Here's a nation.
ഇത്ര പെട്ടെന്ന് രൂപീകരിക്കപ്പെടുന്നു. Such a fast and furious way they're established. അതും ഇങ്ങനെ സാഹചര്യവശാൽ ഉണ്ടായൊരു And കാര്യമല്ല. that was not also happened accidentally. ദൈവത്തിന്റെ കരം അതിലുണ്ടായിരുന്നോ? Even was the Lord's hand in that situation? യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചു. Isaiah chapter 66 verse 6. ഈ വക 66:8. യെശയ്യാ 66-ന്റെ 8. Isaiah chapter 66 verse 8. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? Who has heard this? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? Who has seen this? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? Can a nation be formed in one day? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? Can a tribe be born in one day? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. And Zion has given birth to their children. എന്തൊരു അത്ഭുതമല്ലേ! What a miracle. ഈ പ്രവചന ഭാഗങ്ങൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെടാത്തവരാരാ? Who cannot be amazed by reading this prophetic language? Sudden restoration of Israel. And ഇസ്രായേലിന്റെ പെട്ടെന്നുണ്ടായ കൂട്ടിച്ചേർപ്പ്. ഇത്രയും ചിതറിപ്പോയിട്ട്, Even though they were scattered all over. ഇത്രയും അവരെ പീഡിപ്പിച്ചിട്ട്, Even though they were persecuted so much. ഇത്രയും അവരെ നിർമൂലനാശം വരുത്തുവാൻ ശ്രമിച്ചിട്ട്, Even though they were tried to destroy them utterly. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂടിച്ചേരുന്നത് പോലെ, Just like on a bright day, on a morning, they were brought together. ഒരു രാജ്യമുണ്ടായി വരികയാ. And here is a nation being formed. ഹല്ലേലൂയ! Hallelujah. ദൈവത്തിന്റെ കരം എത്ര അത്ഭുതമുള്ള! How strong is amazing is God's hand. മെയ് 14, 1948 In 1948, May 14th, യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർ ചെയ്തു, and United Nations declared, ഇസ്രായേലിന്റെ സ്വന്തം ദേശം ഡിക്ലെയർ ചെയ്തു. and United Nations declared them as their own nation. 650,000 യഹൂദന്മാര് ആ സമയത്ത് അവിടെ കൂടിച്ചേർന്നു. 650,000 Jews gathered there. അവരുടെ വിശ്വാസം വെച്ച് പുലർത്തുവാൻ, വിശ്വാസമനുസരിച്ച് ആരാധിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എല്ലാം അവർ കൂടി വന്നു. They came together to worship God according to their beliefs. അവർ കൂടിച്ചേർന്ന് ഈ രാഷ്ട്രം ആരംഭിച്ചപ്പോഴും മില്യൺസ് ഓഫ് ജൂസ് ദൂരെ ദൂരെയായിരുന്നു. As the nation was formed, millions of Jews were still scattered all over the world. എന്നാൽ കർത്താവ് എസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവരെല്ലാം പെറുക്കിയെടുത്തു കൊണ്ടിരുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവരെല്ലാം കൂട്ടിച്ചേർന്ന് കൊണ്ടുവന്നു. Just like the prophetic word of Ezekiel says, they were brought handpicked from all these nations and brought back. 2020 കണക്കനുസരിച്ച് ഓൾമോസ്റ്റ് 10 million people ആയി അവിടെ. In according to 2020 statistics, there are 10 million Jews in Israel ഒരു today. 10-fold ഇൻക്രീസിലധികം ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നടന്നു. In a short time, the 10-fold increase that happened in the nation of Israel. ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ടോ ഇന്ന്? Is God still in the miracle business? ദൈവം വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നുണ്ടോ? Is he still keeping his promise? ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വചനങ്ങളൊക്കെ എടുക്കുമ്പോൾ, ഇത് വായിക്കുമ്പം, ഇതെല്ലാം കൂട്ടി കണക്ട് ചെയ്ത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ദൈവം എത്ര അത്ഭുതമാണ് ചെയ്യുന്നത്. As you reading the word of God and you connecting the dots and understand how God is working on our behalf and the promises of God. ഈ ഇസ്രായേലിന്റെ കൂട്ടിച്ചേർപ്പ് അവരുടെ റീഗ്യാദറിംഗ് എന്ന് പറയുന്ന സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ദ കമ്മിങ് of our Lord. The nation gathering of Israel is setting the stage for the second coming of Christ. ദൈവത്തിന്റെ വചനത്തിൽ അനേക സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം വായിക്കുവാൻ There ഞാൻ are സമയം many places throughout the scripture that is mentioned of this. അപ്പോൾ ഇസ്രായേലിന്റെ കൂട്ടിച്ചേർപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്, ഒരു സൈനാണ്. So the gathering of Israel, the nation itself, is a sign of second coming. എന്തിന്റെ തെളിവാണ്? എന്തിന്റെ ലക്ഷണമാണ്? What is that sign of? നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അടുത്തു. Our Lord's coming is very near. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഇതാവൻ വാതിൽക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. And as these things are happening around, you know that I am at the door. His coming is at hand. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. Hallelujah. Hallelujah. എത്ര പ്രത്യാശയോടെ നമ്മൾ ജീവിക്കണം. How hopeful we must be living every day. നമ്മൾ എത്ര ഒരുങ്ങിയിട്ടുണ്ട്? How prepared are we for his coming? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലവുമാകും. Just like Noah's time, it will happen at the end days. മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ലോകത്തിൽ
അവരെന്നേക്കും ജീവിക്കുന്നത് പോലെ ഇങ്ങനെ ജീവിച്ചു പോകും. People will be married, drinking and eating as if they are going to live forever. പ്രൈമറി കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സെക്കൻഡറി കാര്യങ്ങൾ വേണ്ടെന്നല്ല, സെക്കൻഡറി കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. I'm not talking about secondary things are not necessary, but not giving importance to the primary, focusing only on the secondary things. അയ്യോ, നമ്മളിൽ ആരും അങ്ങനെ ആകരുതേ. I pray that none of us will be like ഇതെല്ലാം that. വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. As we are reading these things, we must recognize. അത് അത്തിവൃക്ഷമതി ഇളതായി കൊമ്പ് തളിർക്കുമ്പോൾ ഇലകൾ വരുമ്പോൾ തിരിച്ചറിയണം വേനൽ അടുത്തിരിക്കും. As the fig tree is tender and the leaves are blooming, they know that the summer is near. 948 ഇസ്രായേൽ പുതിയൊരു രാഷ്ട്രമായി തീർന്നപ്പം ഉണ്ടായിരുന്നവർ വളരെ ചുരുക്കമായി ഇവിടെ, അല്ലേ? You know, there is only few people sitting here when Israel became a nation in 1948. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. I was not born then. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ ജനിച്ചിട്ടില്ല. Many of you sitting here are not born then. പക്ഷേ ഈ ചരിത്രങ്ങളെല്ലാം നമ്മൾ വായിച്ചുള്ള അറിവുണ്ട്. But all of us know the history, we have read it. ഇത് കഴിഞ്ഞുണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. We know the stories of what happened afterwards. ഇതിലെല്ലാം ദൈവത്തിന്റെ കൈമുദ്ര നമുക്ക് കാണാം. We see the fingerprint of God in all these things. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണല്ലോ കൂടുതലും ഇവിടെ ഇരിക്കുന്നത്. കൊച്ചു കേരളത്തിന്റെ 1/3 വലിപ്പമുള്ള ഒരു കൊച്ചു രാഷ്ട്രം. And you know many of us come from Kerala, a small state. ആ കേരളത്തിന്റെ 1/3 മാത്രം പ്രദേശമുള്ള ഒരു കൊച്ചു രാഷ്ട്രം. This is a country that is only 1/3 of the size of Kerala. അത് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിരിക്കുക. But that country is putting everybody on a needle and pins. അത് നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അതിന്റെ If that does not amazes you, there is something wrong with you. ഇത് നമ്മളെ ഉണർത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. If കാര്യമായത് this doesn't entice you and this doesn't awaken you, there is something wrong with you. ദൈവത്തിന്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല. What else is other than the hand of God on Israel? നമുക്ക് കാലലക്ഷണങ്ങളെ തിരിച്ചറിയുവാൻ കഴിയണം. We should be able to see the signs and the seasons. രണ്ടാമത് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. There is something else Jesus said. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. In Mark chapter 13 verse 10. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ. And this is what we read. ഈ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കപ്പെടും. As this gospel is being preached to all the nations. അപ്പോൾ അവസാനം വരും. And then the end will come. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. And the gospel must be first preached to all nations. എപ്പോൾ അവസാനം വരുമെന്നുള്ള ചോദ്യത്തിനാണ് ഈ മറുപടി പറഞ്ഞത്. This is a response to when the end will come. ഈ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. This gospel must be preached to all the nations. ആളുകൾക്ക് തലയ്ക്ക് സ്ഥിരതയൊന്നും ഇല്ലഞ്ഞിട്ടല്ലേ ഓടി നടന്നു. ഒരുപാട് എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലും പ്രവർത്തനമാണ്. People are not losing their mind and going around and preaching the gospel. മുക്കുവരുടെ ഇടയിലെ പ്രവർത്തനം, ജയിൽ പുള്ളികളുടെ ഇടയിലെ പ്രവർത്തനം, ഭിക്ഷക്കാരുടെ ഇടയിലെ പ്രവർത്തനം, ഹോംലെസിന്റെ ഇടയിലെ പ്രവർത്തനം, ഇതെല്ലാം ഉണ്ടാകുന്നെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. There is only one reason. People are preaching to the fishermen and those people who are in jail, those who are persecuted or beggars. ഈ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. And this gospel should be preached to all people. മോഡേൺ ഇവാഞ്ചലിസത്തിന്റെ റീച്ച് എന്തുമാത്രമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Do you know the reach of modern evangelism? പണ്ടൊക്കെ നമുക്ക് വിഭാവനം ചെയ്യാൻ മേലാത്ത ഏരിയകളിൽ സുവിശേഷം എത്തിപ്പെടുന്നുണ്ട്. We could not imagine in the past how the gospel is reaching those places. 50 മില്യണിലധികം ബൈബിൾസ് ആണ് എല്ലാ വർഷവും അടിച്ച് പുറത്തിറക്കുന്നതും ആളുകളുടെ പക്കലെത്തുന്നത്. 50 million Bibles are printed every day and distributed. 80 millions 80 ദശലക്ഷത്തിലധികം ന്യൂ ടെസ്റ്റമെന്റ്സ് ആണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത്. 80 million New Testaments are published every year. 4 billion gospel tracts ആണ് ഓരോ വർഷവും അടിച്ചു പുറത്തിറങ്ങുന്നത്. 4 billion gospel tracts are printed every year. ഇന്റർനെറ്റ് ത്രൂവും റേഡിയോ ത്രൂവും സാറ്റലൈറ്റ് TV മുഖാന്തരവും യൂട്യൂബ് മുഖാന്തരവും മൊബൈൽ ഫോൺസ് മുഖാന്തരം വാട്സപ്പ് മുഖാന്തരം
using every stage for reaching people with the gospel of Jesus. And the social media and the internet is using as a medium to reach millions and millions of people every day. ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി ആളുകൾ കച്ചകെട്ടി ഇറങ്ങുന്നു. And people are coming forth to do the translation of the word of God. ലോകത്തിൽ ഇപ്പോൾ ഉള്ളത് ഒരു കണക്കനുസരിച്ച് 7396 ഭാഷകളാണെന്ന്. According to the today's statistics, 7,396 languages are there. ഭൂരിപക്ഷം ആളുകൾ സംസാരിക്കുന്ന 776 ഭാഷകളിൽ പുതിയ മുഴുവൻ ബൈബിളും അവൈലബിൾ ആണ്. The 776 common languages that are spoken, there is word of God. അതുകൂടാതെ 1798 ഭാഷകളിൽ ന്യൂ ടെസ്റ്റമെന്റ് അവൈലബിൾ ആണ്. 1798 language New Testament is available. 4007 ഭാഷകളിൽ സ്ക്രിപ്ചർ ഇൻ സം ഫോം ഈസ് അവൈലബിൾ. In 4007 languages some form of scripture is available. എന്ന് പറഞ്ഞാൽ 80% ആളുകളുടെ പക്കല് ദൈവവചനം എത്തിയിട്ടുണ്ട്. That means about 80% of the population of this world has heard the gospel or ഭാഷകൾ അനേകം ഇനിയുമുണ്ട്. There are many other languages still. അതിൽ 2 ഭാഷയാണ് നമുക്ക് സഭയായിട്ട് സപ്പോർട്ട് ചെയ്യുവാൻ And കർത്താവ് we are as a church are supporting 2 languages in Bible translation. ബൈഗ ലാംഗ്വേജും മിർഗൻ ലാംഗ്വേജും. In Murgal language and Baiga language. ചില ആയിരങ്ങളോ ചില വെറും കുറച്ച് ലക്ഷങ്ങൾ മാത്രമേ ആ ഭാഷ There സംസാരിക്കുന്നുള്ളൂ. may be only few thousands of people who speak that language. എന്നാലും അവരുടെ പക്കലും വചനം എത്തണം. But even those people need the word of God. അവരുടെ പക്കലും യോഹന്നാൻ 3:16 ഉണ്ടാകണം. And they should have the access to John 3:16. അവരുടെ പക്കലും സങ്കീർത്തനം 23:1 ഉണ്ടാകണം. And they should also have the privilege of reading Psalm 23:1. അവർക്കും കർത്താവിനെ അറിവാൻ ഇടയാകണം. And they should also know the Lord that we serve. അതിന്റെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുക ലോകം മുഴുവൻ. And there is work going on all over the world for that. ലോകത്തിലെ ഏറ്റവും അധികം ട്രാൻസ്ലേറ്റഡ് ബുക്ക് ഏതാണെന്നറിയാമോ? Do you know the translated book the most in the world? ബൈബിളാ. It is Bible. വല്ല വിധേനയും ആളുകളുടെ പക്കൽ ഇത് എത്തിക്കുവാനായി Somehow we want to give that to access to people. കുറെ ആയിരങ്ങൾ, കുറെ ലക്ഷങ്ങൾ, കുറെ കോടികൾ കൂടെ ഒരുപക്ഷെ ബാക്കിയുണ്ട്. Maybe there is few million left. കർത്താവ് പറഞ്ഞു, സകല ജാതികളോടും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു. And Jesus said this must be preached to the end of the world. അപ്പോൾ ഇതിനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ടെങ്കിൽ There is a great labor, great effort happening for that. അതെന്തിനാ കാണിക്കുന്നത്? What does that show? നമ്മുടെ കർത്താവിന്റെ വരവടുത്തു. Our Lord's coming is near. ഏത് മാധ്യമം കിട്ടിയാലും ആ മാധ്യമത്തിൽ കൂടെ, regardless of what media we use. കോവിഡ് സമയം വന്നു, സഭകളെല്ലാം അടച്ചു, ചർച്ച് ബിൽഡിംഗ്സ് എല്ലാം അടച്ചു. During the COVID time all the church buildings were closed. ശത്രു ചിരിച്ചു കാണും അല്ലേ? The enemy may have laughed. ഇവിടെ ഇനിയിപ്പോ എവിടെയാ ആരാധന നടക്കുന്നത്? Where will worship happen now? അതൊരു വലിയ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. And that was a big breakthrough. ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്ന ആരാധന 50 സ്ഥലത്ത് നിന്ന് തുടങ്ങി. And the worship that happened in one place was viewed in 50 places. എല്ലാ കോണുകളിൽ നിന്നും ആരാധന വരാൻ തുടങ്ങി. So from every corner of this world worship started. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ആരാധന വരാൻ തുടങ്ങി. From the west and the east and the north and the south the worship started. ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. And God's hand is not limited. ഈ സുവിശേഷം പ്രസംഗിക്കാനുള്ള ഇങ്ങനെയുള്ള രത്നം കാണുന്നുണ്ടെങ്കിൽ, and if you see that effort going on all around you, ഒറ്റ റീസണേ ഉള്ളൂ. there is only one reason. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ്. And that should be the time of the preparation for the coming of the Lord. നമ്മുടെ കണ്ണുകൾ തുറന്നു വെക്കണം. We need to open our eyes. നമ്മൾ ഇത് കാണാതെ പോകരുത് കേട്ടോ. And don't miss that what is going യേശു to കർത്താവ് പറഞ്ഞ പോലെ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിന്റെ കാലം ആകുമെന്ന് പറഞ്ഞ് നമുക്ക് പറ്റരുത്. And don't let that happen like how it happened during Noah's time. മറ്റനേക ലക്ഷണങ്ങളുണ്ട്. There are many other signs. എന്നാൽ കേട്ട 2 കാര്യങ്ങളെങ്കിലും നമുക്ക് ഏറ്റെടുക്കാം. But at least the 2 things you heard today, I want you to accept that. യഹൂദന്റെ കൂട്ടിച്ചേർപ്പ്, the gathering of the Jews, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നുള്ള പ്രവചനങ്ങള്, the prophetic languages and the prophetic words, അതുപോലെ നിറവേറ്റിക്കൊണ്ട് and it is being fulfilled everywhere. ലോകത്തിന് മുഴുവൻ അത്ഭുതമാകുമാറ്, and being an amazement for the whole world. ഒരു ദേശമായിട്ട് അവർ കൂടി വരിക മാത്രമല്ല, not only they were formed as a nation,
6 ദിവസത്തിനുള്ളിൽ ഇസ്രയേലിനെ അറബിക്കടലിൽ മുക്കിക്കളയുമെന്ന് പറഞ്ഞ നാസറുണ്ട്, ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. And Egyptian President Nasser said they will be drowned in the 6 days in the Arabian Sea. 6 ദിവസത്തിനുള്ളിൽ അവരുടെ എല്ലാം ഏരിയാസ് ഇസ്രയേൽ പിടിച്ചടക്കി. And within 6 days they captured every one of those places. ലോകം മുഴുവൻ എന്ന് പറയുന്ന പോലെ തന്നെ ഗൾഫ് കൺട്രീസ്, മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം അവർക്കെതിരായി അവരെ തുടച്ചു നീക്കുവാൻ പരിശ്രമിച്ചു. And all the Gulf countries and Muslim countries wanted to wipe them off the face of this planet. ഇപ്പോഴും ഇറാനും ഒക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടാ. And that is what Iran is saying. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇസ്രയേലിനെ തുടച്ചു നീക്കും. And they were constantly saying they were going to destroy Israel. എല്ലാവരുടെയും വൈരാഗ്യം ഇസ്രയേലിനോടാ. Everybody hated Israel. ഈ കൊച്ചു രാജ്യത്തോടാ. It's a small country. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഭാരമുള്ള കല്ലെന്നുള്ളത് സത്യമാണ്. It is true that Israel is a heavy stone. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ഇത് സക്സസ് ഡിഫീറ്റിന്റെ കാര്യമാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സർവൈവലിന്റെ കാര്യമാണ്. Benjamin Netanyahu, the prime minister, said according to others it is a success defeat, according to us it is a survival. ദൈവത്തിന്റെ കാര്യം അവരുടെ മേലുള്ളത് കൊണ്ട് അവർ നിലനിന്നു. They are surviving because the hand of God is with them. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, അതിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. This is why we should rejoice when we see that thing. നമ്മുടെ കർത്താവ് വരാറായി. Our coming of our Lord is near. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. His coming is very near. നമുക്ക് ഒരുങ്ങണം. We need to be prepared. വ്യക്തികളായി നമുക്ക് ഒരുങ്ങണം. We need to be prepared as individuals. നമ്മുടെ കുടുംബങ്ങളിൽ ആ ഒരുക്കം ഉണ്ടാകണം. And in our families we need to be നമ്മുടെ prepared. സഭയിൽ ആ ഒരുക്കം ഉണ്ടാകണം. As a church we need to be ഈ prepared. ദേശത്തെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം. We need to influence this nation. നമ്മൾ ഇടപെടുന്ന ആളുകളെ എല്ലാം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം. We need to influence the people that we deal with. വെറുതെ ജീവിച്ച് നമുക്ക് മരിച്ചു പോയാൽ പോരാ, ഇവിടെ നിന്ന് We do not മാറിപ്പോയാൽ want to പോരാ. live a life and then one day die. നമുക്ക് ആരെല്ലാം സ്വാധീനിക്കാൻ പറ്റുമോ Whoever we can influence, അവരെയൊക്കെ നമുക്ക് we സ്വാധീനിക്കണം. need to influence all of them. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമോ? Can we make such a ഞാൻ decision? കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കും. I'm going to prepare myself for the coming of എന്റെ the Lord. ജീവിതത്തെ തന്നെ ക്രമീകരിച്ച് I'm going to arrange my life സുബോധമുള്ളവരായി and to be conscious ഉണർവോടെ ജീവിപ്പാൻ and live with life. ഞാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് I പറയാം. surrender myself. അങ്ങനെ പറയുന്ന ആരുണ്ട്? If there is anyone who's saying that, അങ്ങനെയുള്ള ഒരു ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് and if നിൽക്കാമോ? you're saying that, I want you to stand on your feet. ദൈവത്തിന്റെ വചനം സത്യമാണെങ്കിൽ, If the word of God is true, അത് നിങ്ങൾ if വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, you believe that with your heart, നിങ്ങളുടെ കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ, if your eyes are open, ലോക സംഭവങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, you recognize what things are going on in the ഒരു world, കാര്യം ഓർത്തുകൊള്ളുക, there is one thing you need to നമ്മുടെ remember. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. Our coming of the Lord is near. മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷം, Our great God and the Son Jesus. അതിന് ഇനിയും താമസമില്ല. There is no delay. എനിക്ക് ഒരുങ്ങി ജീവിച്ചേ I മതിയാകുള്ളൂ. must be prepared and live accordingly. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. Let us pray to the Lord എന്നെ this morning. സഹായിക്കണമേ, എന്റെ ജീവിതത്തെ ക്രമീകരിപ്പാൻ എന്നെ സഹായിക്കണമേ. Lord, help my life and let my life be in order. നമ്മുടെ കരങ്ങൾ ദൈവത്തെങ്കിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. Let us lift our hands to the Lord. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray to the Lord. വ്യക്തികളായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ As you are praying as individuals, സഭയായി നമുക്ക് പ്രാർത്ഥിക്കാം. as a church we need to pray. ഓരോരുക്കത്തിന്റെ ദിവസങ്ങളായി തീരട്ടെ. I pray that these days will be a days of preparation. ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ Just like we have never experienced. നമ്മുടെ ജീവിതത്തിൽ ഒരു തിടുക്കം ഉണ്ടാകട്ടെ. There should be an urgency in our hearts. ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ അവൻ വന്നേക്കാം. Maybe he will come one of these days. ഒരുപക്ഷേ എന്റെ ജീവിതകാലത്ത് അവൻ വന്നേക്കാം. Maybe he will come in my lifetime. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം, But there is one thing I know. അവൻ നിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ He താമസിക്കുന്നില്ല. will surely fulfill his promise. ഇതുവരെയും അവൻ ദീർഘക്ഷമത കാണിച്ചെങ്കിൽ If he has shown forgiveness to അത് you, നമ്മിൽ ചിലർ നിമിത്തമായിരുന്നു. maybe because of you, ഞാൻ നിമിത്തമായിരുന്നു. maybe because of you, എന്നാൽ അവൻ വരവ് ഏറ്റവും but his അടുത്തിരിക്കുന്നു. coming is very near. ഒരുങ്ങുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് പറയാം. Let us say that I surrender myself to the Lord. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, we thank you for this day. We thank you because we have heard your word. Just like what we have heard, Israel as a nation was going to be destroyed by the enemy for thousands of years, Lord. But your hand was upon them. The words of God, the prophetic words, and all these things speak to one thing, that your coming is near. Father, we see that sign all around us, Lord. When the wars are happening, when the pestilence are happening, when the famine is happening, Father, that all reminds us that your coming is near.
But more than anything else, Lord, it is not for us to know the time or the day, but we know that the season is very near. Amen. Father, Amen. help us to prepare ourselves, not to be busy with the things of this world and as if we are eating and drinking and be merry, but Amen. forgetting what Amen. you're coming Amen. is, Lord. But awake us, O God. Give us urgency in our hearts to prepare for your coming. As individuals, as a families, as church, as a community, Lord. Amen. Help us to do everything we can to spread this good news to Yes. others that is around us, O God. That is what you have called us to do. Help us to be salt and light where you have placed us. Amen. Thank you for enabling your servant to bring the word this morning. And give us that urgency, not today, but this week as the days go by. Help us to look. Our eyes should be focused on you, Father. We thank you and praise you once again. Thank you for what you have done in our lives. In Jesus Christ, the Lord's precious name, we pray. Amen. Please be seated in your places. Thank you so much. Thank you, Brother Sam.